ഇനി ഒരു അറിയിപ്പില്ലാതെ പണയപ്പണ്ടം ലേലത്തിൽ വിറ്റ് തുക വസൂലാക്കുന്നതാണെന്ന് ഈ നോട്ടീസിനാൽ അറിയിക്കുന്നു. അമ്മ മാല വല്ലതും കൊടുത്ത അച്ഛന് പണയം വെക്കാൻ? ഇല്ല. ഇത് പിന്നെ ആർക്കും നോക്കട്ടെ? നോക്കണ്ട നോക്കണ്ട. എന്താ അമ്മേ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ വരില്ലല്ലോ. വീടെങ്ങാനും ജപ്തിയാവോ? ഞാൻ ഉപ്പൻ അവിടെ വീട്ടിൽ പോകട്ടാ. 25,000 രൂപക്കാ? പിന്നെ ഇതെന്ത്? ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് വരാം. ഈ കാരണന്മാരെല്ലാം കൂടെ വിറ്റ് മുടിപ്പിക്കാണ്. ഞങ്ങളൊക്കെ എന്താ വെച്ച് വിറ്റ് ജീവിക്കും? അല്ല, PSC എഴുതുമ്പോ തന്നെ സ്വത്തല്ലേ കിട്ടാൻ പോകുന്ന. ഇതൊക്കെ ഇങ്ങനെ ഓരോ മൂലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എന്തോടത്ത് ജീവിക്കുന്നു? അതിലിപ്പോ നീ എന്നാ വായിച്ചത്? എന്തു 25,000 രൂപ സ്വർണം പണയം? 25,000 രൂപയല്ലേ? അത് ഇപ്പഴല്ലേ അറിയുന്നു 25,000 നോക്ക്. 25,000 കുഞ്ഞു സംഖ്യ. അമ്മ എന്തിനെങ്കിലും വെച്ചതായിരിക്കും. അച്ഛമ്മ എന്താ മിണ്ടാന്ന് പോയത്? നിന്റെ അച്ഛന് വെച്ചു കൊടുത്തതായിരിക്കും. എന്തോ കളത്തിലുണ്ട്. അച്ഛമ്മ എല്ലാം മിണ്ടാന്ന് ടെൻഷനായി പോയെ. അതല്ലേ ചോദിക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞത്. എന്നാ പോയി ചോദിക്ക്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നു. എന്തിന്? എനിക്കൊന്നും ബാങ്കാർ എന്നിട്ട് ഇറങ്ങി പോകുന്നു. നാണക്കേട്. ഇവിടുന്ന് പ്രശ്നം വരുമ്പോ അവിടെ പോയിരിക്കാൻ നിന്നെ അവിടെ സ്വീകരിക്കാൻ ആള് നിന്ന്. എന്തൊക്കെ നാണക്കേടാ. ഞാൻ PSC ഒന്നും എഴുതുന്നില്ല കേട്ടോ. ജീവിതാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കുറച്ച് നാണക്കേടൊക്കെ സഹിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് സുഖകരമായിട്ട് ജീവിക്കാനൊന്നും ചിന്തിക്കണ്ട. കാരണന്മാർക്കെല്ലാം സുഖമായിട്ട് ജീവിക്കാം. കണ്ടം വിൽക്കാം, മറ്റേത് വിൽക്കാം, മരത്ത് വിൽക്കാം. ഞങ്ങളൊക്കെ പഠിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കടാ. അല്ലാണ്ട് കണ്ട സ്വത്തും കണ്ടിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി ഇരിക്കുവല്ല ചെയ്യേണ്ടത്. പിന്നെ ഉണ്ടാക്കി കിടക്കുന്ന അനുഭവിക്കാനല്ലേ? പോയാ മതി മതി, മുളകൊക്കെ മതി. എടേ എന്തോന്ന് ചെയ്യുന്നത്? ഒറ്റ കുത്തുവെച്ചിരും കേട്ടോ. ഇത് അരിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാം. ഇപ്പൊ എടുക്കണ്ട. മുളക് പൊടി എന്റെ കയ്യിലിരിക്കണ വാരി എറിയും ഞാൻ. അങ്ങനെ വഴിക്ക് വാ, എന്നാ എടുത്തോ. അങ്ങനെ മര്യാദക്ക് പറ. കൊതി കൊതി. അല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാ സ്വർണം പണയം വെച്ചേ? എന്തുവാ? നിങ്ങൾ ആർക്ക് വേണ്ടിയാ അമ്മയുടെ സ്വർണം പണയം വെച്ചത്? അതിനാരമ്മ അച്ഛന് സ്വർണം പണയം വെക്കാൻ കൊടുക്കണേ? ആരെ അല്ല, എന്റെ അമ്മ. എന്റെ അമ്മ എനിക്ക് സ്വർണം തരും. പക്ഷെ ഞാനത് പണയം വെക്കത്തില്ല. ഇല്ല, അച്ഛൻ ഒട്ടും പണയം വെക്കില്ല. നല്ല ഉണ്ണി മോന. അതെ, എന്നെന്താ സംശയം? ആദ്യം ഉടായിപ്പൊക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വാ. എടി എന്തോ അടി ഇത്? ഈ വിവരമില്ലാത്തവളുടെ വിവരം പോലും നിനക്കില്ലല്ലോ. ആർക്കാ വിവരമില്ലാത്ത? എനിക്ക് നല്ല വിവരമുണ്ട്. വിവരമില്ലാത്തവരുടെ ഒരു വിവരം നിനക്കുണ്ട്. അതെന്ത് വിവരമാണ് ഈ വിവരമില്ലാത്തവർക്കുള്ള വിവരം? അങ്ങനെ ഒരു വിവരമുണ്ട്. അത് മനസ്സിലാക്കലെങ്കിലും ഒരു വിവരം വേണം. അത് നിനക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ സ്വർണം പണയം വെച്ചത്? എന്റെ പുഷ്പ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ലേ സ്വർണത്തിന്റെ കാര്യം, പണയത്തിന്റെ കാര്യമൊന്നും. അല്ല, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നത് ഞാൻ കണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അച്ഛമ്മയായിരിക്കും. അമ്മേ, എന്നാലും എന്തു സ്വർണ്ണായിരിക്കും പണയം വെച്ചാൽ? അച്ഛമ്മയുടെ മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്റെ അച്ഛന്റെ സ്വർണ്ണപ്പല്ലായിരിക്കും പണയം വെച്ചത്. എന്തുവാ അങ്ങനെ വരലും കുത്തിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ ആരുടെ സ്വർണ്ണം ഒന്നും എടുത്തിട്ടില്ല, ഒന്നും പണയം വെച്ചിട്ടുമില്ല. പിന്നെ ആരായിരിക്കും അമ്മേ? അതറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. പിന്നെ ആരായിരിക്കും അമ്മേ? പിന്നെ ആരായിരിക്കും അമ്മേ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന എന്നോട്? അല്ല, പിന്നെ ആർക്ക് വേണ്ടിയാന്ന് നമ്മൾ അറിയണ്ടേ? അതറിയണം. നമുക്ക് അമ്മയെ പോയി കണ്ടു ചോദിച്ചാലോ? നിങ്ങൾ പോയി ചോദിച്ചോ, ഞാൻ എന്തിനാ വരുന്നു? ചെന്ന് ചോക്കി. ഭയങ്കര സ്നേഹാ മോനോട്. എന്തൊക്കെ സ്നേഹപ്രകടനായിരുന്നു. നിങ്ങൾ ആക്കല്ലേ കേട്ടാ. എന്റെ അമ്മയുടെ എനിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചോദിക്കുകയും ചെയ്യും കേട്ടാ. അതെ, ഇവിടെ നീ മാങ്ങ തന്നോണ്ട് നിൽക്കാതെ നിങ്ങളുടെ കൂടെ എന്റെ കൂടെ വാ. നമ്മളോട് ചോദിച്ചിട്ടൊന്നല്ല സ്വർണം പണയം വെച്ചത്. എടി, ഇത് എന്നോട് ചോദിച്ചിട്ടല്ലെന്ന് പണയം വെച്ചത്. നീ വാ. അത് നിങ്ങൾ പോയി ചോദിക്കേ. ഒരു മരി ചൊറിഞ്ഞ വർത്താനം പറയല്ലേ. എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ എന്തിനാ ഇവിടെ കലിതുള്ളി ഇവിടെ വന്നിട്ട് മറ്റേ CBI ചോദിക്കുന്ന പോലെ ഈ സ്വർണം പണയം വെച്ചത് ആരാണ് എന്തോ എന്നെ ചോദ്യം ചെയ്യാൻ പോണ പോലെ ചോദിച്ചല്ലോ. അത് ഞാൻ നിങ്ങളെ ആവശ്യത്തിനെ വെച്ചെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ ചോദിച്ചത്. അപ്പൊ നിങ്ങളല്ലാന്ന് പറഞ്ഞില്ലേ? ഞാനെന്തിനാ നിങ്ങളുടെ അമ്മേനോട് ചോദിക്കാൻ വരേണ്ടത്?
അച്ഛൻ ചോദിച്ചറിയാം, അച്ഛന്റെ പുന്നാരമ്മയല്ലേ. എടി കുത്തങ്ങട്ടോളം മേടിക്കും കേട്ടോ എത്തിന്ന്. പുഷ്പ ഒന്ന് വന്നേ. ഞാൻ വരില്ല. എടി ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാന്നുള്ള അറിയണ്ടേ? നമ്മൾ താമസിക്കുന്ന വീടല്ലേ? എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ വീട്ടില് ആളൊന്നും അല്ലേ? നിങ്ങളായി പാടായി. തള്ളക്ക് പറ്റിയ മകള്. ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചു കൊണ്ടുവരും. കത്തട്ടെ, ആളി കത്തട്ടെ കേട്ടാ. അയ്യോ, ഞാൻ തന്നെ വെച്ചു കൊടുത്തു. നല്ല കുത്ത്. അച്ഛനെന്താ? ഞാൻ പോയിട്ട് നിന്റെ അച്ഛനും അച്ഛമ്മേന്റെ ഗുസ്തി കണ്ടിട്ട് വരാം. നീ തന്നെ റെഡിയാക്കിക്കോ. എന്തൊക്കെ സ്നേഹായിരുന്നു അമ്മയും മോനും തമ്മിൽ. നന്നായുള്ളൂ. എന്തായാലും പൊരിഞ്ഞടി കിടക്കും.